بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا حمة الشهود لنا بهذا المحضر ولتأتي بنظرة تأتي لنا بالله. അൽ വജ്ഹുർ റാബിയ, നാലാമത്തെ കാരണം. മൂന്ന് കാരണങ്ങൾ പറഞ്ഞു. ഈ നാലാമത്തെ കാരണം അന്നലി അഹ്ലി ഹാദിഹി ത്വരീഖത്തി, ഈ ത്വരീഖത്തിന്റെ ആളുകൾ കൊണ്ട് അലാമത്തുൻ, ഒരടയാളം, യതമയ്യസൂന ബിഹാ അൻ ഗൈരിഹിം, അത് ആ അടയാളം കൊണ്ട് നമുക്ക് ഈ മറ്റുള്ളവരിൽ, മറ്റു ത്വരീഖത്തിന്റെ ആളുകളിൽ നിന്ന് നമുക്കത് ഈ ത്വരീഖത്തിന്റെ ആളുകളെ വേർതിരിച്ചറിയാം. വയഅരിഫു ബിഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ സാഹിബുഹു വജ്ഹിൽ ഖാസ്, അതിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹുവ സാഹിബുഹ, ഈ ത്വരീഖത്തിന്റെ ഉടമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ബിവജ്ഹിൽ ഖാസ്, പ്രത്യേകമായ ഒരു രൂപത്തിൽ. അപ്പോൾ പ്രത്യേകമായ ഒരു അടുപ്പത്തോടു കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ത്വരീഖത്തിന്റെ ഉടമയാണ് എന്ന് ആ അടയാളത്തിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും. എന്താണ് അടയാളം? വഹിയ കമാ ഖാലഹുൽ ഹവാരിയു ആദിഹി ത്വരീഖ. അപ്പൊ അത് ഏതുപോലെയാണ്? കമാ ഖാല ഹവാരിയു ആദി ത്വരീഖ, ഈ ത്വരീഖത്തിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് പറഞ്ഞതുപോലെയാണ്. അൽ മഷ്ഹൂദ് ലഹു ഫി മഅരിഫത്തി അസ്റാരിഹാ ബിത്തബ്രീജി വത്തഹ്ഖീഖ്, ഇതിലെ പ്രാമുഖ്യം കൊണ്ടും ഇതിലെ മാരിഫത്തും അസ്റാറുകൾ കൊണ്ടൊക്കെ പ്രമുഖനായ, ഇതിൽ മാരിഫത്തും അസ്റാറുകളിലൊക്കെ വലിയ അവഗാഹം നേടി എന്ന് എല്ലാവരും പറഞ്ഞ പ്രധാനപ്പെട്ട നേതാവ്, ആ പ്രധാനപ്പെട്ട നേതാവ് സെയ്ദി ഉമർ ഫൂത്തി റളിയല്ലാഹു അൻഹു തങ്ങളാണ്. അപ്പൊ ഉമർ ഫൂത്തി തങ്ങൾ പറഞ്ഞതുപോലെ എന്നാണ് പറഞ്ഞതിന്റെ സാരം. അദ്ദേഹം പറയുന്നത് ഉമർ ഫൂത്തി തങ്ങൾ പറഞ്ഞതിന്റെ ഉദ്ധരണിയാണ്, ആ കിതാബിന്റെ ഉദ്ധരണിയാണ്. അവിടുത്തെ കിതാബിന്റെ പേര് റിമാഹ് എന്നാണ്. റിമാഹിൽ പറഞ്ഞതുപോലെ. അപ്പോൾ നാലാമത്തെ കാരണം എന്താണ്? ഈ ത്വരീഖത്തിന്റെ ആളുകളെ മറ്റു ത്വരീഖത്തുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന, ഇതിന്റെ ഉടമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണെന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രത്യേകമായ അടയാളം ഈ ത്വരീഖത്തിനുണ്ട് എന്നതാണ്. ഇന്ന കുല്ല വാഹിദിൻ മിൻ അഹ്ലിഹാ, ഓരോ ഈ ത്വരീഖത്തിന്റെ അഹ്ലുകാരിൽ, ഈ ത്വരീഖത്തിന്റെ ആളുകളിൽ ഓരോരുത്തർക്കുമുണ്ട് മക്തൂബുൻ ബൈന ഐനൈഹി, അവരുടെ രണ്ട് കണ്ണിന്റെയും ഇടയിൽ എഴുതപ്പെട്ടതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുദ്ര. എന്താണ് മുദ്ര? മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന മുദ്ര എഴുതപ്പെട്ടതായിട്ട് നമുക്ക് ഇതിലുള്ള ഓരോ ആളുകളുടെയും രണ്ട് കണ്ണിന്റെ ഇടയിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ഇതിന്റെ ഈ ത്വരീഖത്തിന്റെ ആളുകളുടെ രണ്ട് കണ്ണിന്റെയും ഇടയിൽ മുഹമ്മദ് റസൂലുള്ളാഹ് എഴുതിയിട്ടുണ്ടാവുന്നു. വഅലാ ഖൽബിഹി മിമ്മാ യലി ലഹറഹു, ഈ ത്വരീഖത്തിന്റെ ആളുകളുടെ ഹൃദയത്തിൽ യലീഹി ലഹറഹു, പിന്നിലേക്ക് ഫോക്കസ് ചെയ്യുന്ന, പിന്നിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഭാഗത്ത് എഴുതപ്പെട്ടതായിട്ടുണ്ടാവും മുഹമ്മദ് ബിൻ അബ്ദുല്ലാ എന്ന് എഴുതപ്പെട്ടതായി കാണാൻ സാധിക്കും. വഅലാ റഅസിഹി, പിന്നെ അവരുടെ തലന്റെ മുകളിൽ എഴുതപ്പെട്ടിട്ടുണ്ടാവും താജും മിൻ നൂർ, പ്രകാശത്തിന്റെ കിരീടത്തിന്റെ മുകളിൽ എഴുതപ്പെട്ടതായി കാണാൻ പറ്റും. മക്തുബു ഫീ, എഴുതപ്പെട്ടതായി കാണാൻ പറ്റും. അത്വരീഖത്തു തിജാനിയ ത്വരീഖത്ത് മൻശൂഹ അൽ ഹഖീഖത്തുൽ മുഹമ്മദിയ, അതിന്റെ സ്രോതസ് എന്ന് പറയുന്നത് ഹഖീഖത്തുൽ മുഹമ്മദിയാണ്. ഈ മൂന്ന് അടയാളങ്ങൾ നമുക്ക് തിജാനി മുരീദിന്റെ രീതിയിൽ കാണാൻ പറ്റും. എന്തൊക്കെയാണ് അടയാളം? അദ്ദേഹത്തിന്റെ ആ മുരീദിന്റെ രണ്ട് കണ്ണിന്റെയും ഇടയിലായിട്ട് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് എഴുതിയിട്ടുണ്ടാവും.
അവരുടെ കൽബില് ഒരു പിന്നോട്ട് തിരിയുന്ന ഭാഗത്ത് കൽബിൽ എഴുതി വെച്ചിട്ടുണ്ടാവും മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ അവരുടെ തലക്ക് മുകളിൽ കിരീടത്തിന്റെ മുകളിൽ പ്രകാശത്തിന്റെ മുകളിൽ എഴുതപ്പെട്ടതായിട്ടുണ്ടാവും ആ ത്വരീഖത്തു തിജാനിയത്തു മൻശൂഉഹാ ഹഖീഖത്തുൽ മുഹമ്മദിയ്യ. തിജാനിയ ത്വരീഖത്തിന്റെ ഉറവിടം ഹഖീഖത്തുൽ മുഹമ്മദിയാണ് എന്ന് എഴുതിയിട്ടുണ്ടാവും. കലാമുഹു ഫീമാ വഖഫനാ അലൈഹി മിൻ ബഅദി മുഅല്ലഫാതി. അപ്പോൾ ഈ ഒരു വാക്ക് മഹാനവുകളുടെ എഴുത്തുകളിൽ നിന്ന് കണ്ടതാണ് എന്ന്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഡൗട്ട് ഉണ്ടാവും, ഇതൊക്കെ നമ്മളൊക്കെ ആരെങ്കിലും കണ്ണിന്റെ ഇടയിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ? തലിന്റെ മുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ? കൽബിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന ചോദ്യമൊക്കെ നമുക്ക് ഉണ്ടാവുമല്ലോ. അതാണ് അടുത്ത ഭാഗത്ത് വിശദീകരിക്കുന്നത്. വയുഅയ്യിദുഹു മാ തതവാറാ ബൈന അസ്ഹാബി അൻ ജമാഅത്തി മിൻ അർബാബിൽ അഹ്വാൽ. അഹ്വാലിന്റെ ആളുകളായ, അതായത് ആത്മീയമായ അവസ്ഥകളുടെ ആളുകളായ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ സഹാബാക്കളെ നിരന്തരം കണ്ടത് ഇതിന് ശക്തിപ്പെടുത്തുന്നതാണ്. അപ്പൊ തിജാനി മുരീദന്മാരെല്ലാവരും അല്ല. തിജാനി മുരീദന്മാരിൽ അഹ്വാലിന്റെ ആളുകളായ, ആത്മീയമായ ഹാലുകളുടെ ആളുകൾ നിരന്തരം കണ്ട ഒന്ന് ഇതിനെ ശക്തിപ്പെടുത്തുന്നതാണ്. എന്താണ് നിരന്തരം കണ്ടത്? അന്നഹും ശർറഹു ലിബാദി അഹ്ലി ഹാദിഹി ത്വരീഖി ബിഅന്നഹും റഅൂ ത്വാബ അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈനൈനൈഹി. എന്ത്? ഈ ത്വരീഖത്തിന്റെ ആളുകളുടെ രണ്ട് കണ്ണിന്റെയും ഇടയിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുദ്ര കണ്ടതായി അവർ പ്രഖ്യാപിച്ചു. ഒരാളെ പ്രഖ്യാപിച്ചു, പലരും പ്രഖ്യാപിച്ചു. അത് ഇതിനെ ശക്തിപ്പെടുത്തുന്ന ഒന്നാണ്. അപ്പം സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ മുരീദന്മാരിൽ പ്രത്യേകക്കാരായ അഹ്വാലുകളുടെ, ആത്മീയമായ അവസ്ഥകളുടെ ആളുകൾ തിജാനി മുരീദന്മാരുടെ കണ്ണിന്റെ ഇടയിലായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുദ്രനെ സാക്ഷ്യം വഹിച്ചത്, നിരന്തരം ഇടക്കിടക്ക് പറഞ്ഞത് ഇതിന് തെളിവാണ്. പല ആൾക്കാരും ഈ ആത്മീയ അവസ്ഥയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മൂപ്പരെ കണ്ണിന്റെ ഇടയിൽ മുഹമ്മദ് റസൂലുള്ളാഹിനെ എഴുതിയ കാണുന്നുണ്ട്, ആ ആളെ കണ്ണിന്റെ ഇടയിൽ മുഹമ്മദ് റസൂലുള്ളാഹിനെ എഴുതിയിട്ടുണ്ട്, ഇതൊക്കെ കണ്ടു എന്ന് സാക്ഷ്യം വഹിച്ചത് ഇതിന് തെളിവാണ്. അപ്പൊ അങ്ങനെ സംഭവം അവിടെ ഉണ്ട്. وقد رأينا بعض أصحابي إذ رأى أحدا من أهل هذه الطريقة عرفه وقطع له بأنه من أهلها. وقد رأينا, നാം കണ്ടിട്ടുണ്ട്, ബാല അസ്ഹാബി, അതായത് ഈ എഴുതിയ ആള് സയ്യിദി അറബി ബിൻ സഈദ് റളിയല്ലാഹു അൻഹു തങ്ങൾ കണ്ടിട്ടുണ്ട്. ബാല അസ്ഹാബി, ഒരു കൂട്ടം സഹാബാക്കൾ, ജ്ഞാനികളായ ഒരു കൂട്ടം സഹാബാക്കൾ, ഇദാ റഅ അഹദൻ മിൻ അഹ്ലി ഹാദിഹി ത്വരീഖത്തി, ഈ ത്വരീഖത്തിന്റെ ആളുകൾപ്പെട്ട ആരെങ്കിലും കണ്ടാൽ, അറഫഹു, അവര് അദ്ദേഹത്തിന് തിരിച്ചറിയും. അവരൊന്നും പറയേണ്ട ആവശ്യമില്ല, പറയാതെ തന്നെ അവരെ തിരിച്ചറിയും. വഖതഅ ലഹു ബിഅന്നഹു മിൻ അഹ്ലിഹാ, അവർ ഉറപ്പിച്ച് പറയും ഇത് ഇദ്ദേഹം തിജാനിയാണെന്ന് എന്ന് പറഞ്ഞത് ഞാൻ കണ്ടിട്ടുണ്ട്. ആര് പറയാണ്? അറബി ഇബ്നു സഈദ് പറയുകയാണ്. സയ്യിദി അറബി ഇബ്നു സഈദ് തങ്ങള് അഹ്മദ് തിജാനി തങ്ങൾ അനുചരന്മാരിൽ പലരെയും കണ്ടിട്ടുണ്ട്. അവർ തിജാനിയായ ആരെങ്കിലും കണ്ടാൽ ആ ആള് തിജാനിയാണെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ഈ ആൾക്കാർ ഇവർ പറയും അദ്ദേഹം തിജാനിയാണ്, ഉറപ്പാണ് അവർ തിജാനിയാണ് എന്ന് പറയും. ഇത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് അറബി ഇബ്നു സഈദ് തങ്ങൾ പറയാം. ഒരു തിജാനിക്ക് യഥാർത്ഥമായ അഹ്വാലുകളിലെയും അവസ്ഥകളൊക്കെ എത്തിച്ച തിജാനിക്ക് മറ്റൊരു തിജാനി കണ്ടാൽ അദ്ദേഹം തിജാനിയാണെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ആൾ കാണുമ്പോൾ തന്നെ അദ്ദേഹം തിജാനിയാണെന്ന് മനസ്സിലാക്കും. അങ്ങനെ മനസ്സിലാവുന്ന എന്തുകൊണ്ടാണ്? അവർ ഈ ഒരു എഴുത്തിനെ, ഈ ഒരു മുദ്രനെ അവരുടെ കണ്ണിന്റെ ഇടയിൽ കണ്ടുകൊണ്ടാണ്. കണ്ണിന്റെ ഇടയിൽ കണ്ടാൽ പിന്നെ അവര് ആണെന്നുള്ള സംശയിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവരാരും മുമ്പ് അവരെ കണ്ടിട്ടില്ല, ഇവർ തിജാനികളാണെന്ന് അവർക്ക് അറിയൊന്നുമില്ല, എന്നിട്ടും അവർ തിജാനികളാണെന്ന് അവർക്ക് മനസ്സിലാവും. ഇവിടെ അന്യമായ ഒരു കാര്യമൊന്നുമല്ല. എന്ത്? അള്ളാഹു ഇത് ചിലർക്ക് വെളിവാക്കി കൊടുക്കുന്ന ഈ മറ ചില ആളുകൾക്ക്
അള്ളാഹു നീക്കിക്കൊടുക്കുന്നതാണ്. ഈ ഒരു അവരുടെ പിന്നെ കണ്ണുകളുടെ ഇടയിലായിട്ട് ഇത് എഴുതപ്പെട്ടിട്ടുണ്ട് എന്നത്, ആ എഴുതപ്പെട്ട കാര്യം വേറെ ആളുകൾക്ക് അള്ളാഹു മറ നീക്കി കൊടുക്കുന്നതാണ്. നസീറുൽ അബ്ഹർ, ഈ രഹസ്യമായ കാര്യം അവർക്ക് അള്ളാഹു മറ നീക്കി കൊടുക്കുന്നതാണ് എന്നത് അപരിചിതമായ കാര്യമൊന്നുമില്ല. മാലൂമൻ അന്ന മിസ്ല ഹാദാ ഇന്നമാ യറാഹു മൻ കശഫല്ലാഹു ലഹു മിൻ ബഅദി അസ്റാരിൽ ഐബിയത്തി. മാലൂം അറിയപ്പെട്ടത് അന്ന മിസ്ല ഹാദാ ഇന്നമാ യറാഹു മൻ കശഫല്ലാഹു ലഹു മിൻ ബഅദി അസ്റാരിൽ ഐബിയത്തി. അപ്പൊ രഹസ്യമായ പിന്നെ മറഞ്ഞ കാര്യങ്ങൾ വെളിവാക്കി കൊടുക്കുന്ന ആളുകൾക്കാണ് അള്ളാഹു ഇത് കൊടുക്കുന്നത്, ഇത് അറിയിച്ചു കൊടുത്തത് എന്നതും അറിയപ്പെട്ട ഒരു കാര്യമാണ്. വഅയ്യദഹു അൻവാരിഹിൽ വഹബിയത്തി, വഹബിയായ പ്രകാശം കൊണ്ട് ശക്തിപ്പെടുത്തപ്പെട്ട ആളുകൾക്കാണ് ഇത് അള്ളാഹു അറിയിച്ചു കൊടുക്കുക എന്ന കാര്യവും അറിയപ്പെട്ടതാണ്. ഫലാ മജാലു ഫീഹിൽ ഇഫ്ഖാർ, എന്നാൽ ഈ ഒരു വിഷയത്തിൽ ഫലാ മജാലു ഫീഹിൽ ഇഫ്ഖാർ, ചിന്തകൾക്ക് ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നവർക്ക് ഒരു മാർഗവുമില്ല. നമ്മൾ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് ഇപ്പോൾ ഒരാളുടെ കണ്ണിന്റെ ഇടയിൽ കൂടെ എങ്ങനെ എഴുതിച്ചിട്ടുണ്ടാവുക. അങ്ങനെ ഒരാൾക്ക് എങ്ങനെയാണ് ഒരു കീടം വെച്ചിട്ട് ആ കീടത്തിന്റെ മുകളിൽ പിന്നെ ത്വരീഖത്തു തിജാനിയ, മൻഷഉഹ, ഹഖീഖത്തുൽ മുഹമ്മദിയ എന്നൊക്കെ അവർക്ക് കിരീടത്തിന് മുകളിൽ പ്രകാശത്തിൽ എങ്ങനെ എഴുതിയിട്ടുണ്ടാവുക എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമുക്കൊരു എത്തും പിടിയും കിട്ടൂല. പക്ഷേ അള്ളാഹു ഇത് കശ്ഫ് കൊടുക്കുന്ന ആളുകൾക്ക്, ആത്മീയമായ ഉൾക്കാഴ്ച കൊടുക്കുന്ന ആളുകൾക്ക്, അള്ളാഹു വഹബിയായ പ്രകാശം നൽകാൻ ഉദ്ദേശിച്ച ആളുകൾക്ക് ഇത് കാണാനും അവർക്കിത് മറന്നീക്ക് അനുഭവപ്പെടാനും സാധിക്കും. ഈ ഒരു അങ്കണത്തിൽ പിന്നെ ബുദ്ധി കൊണ്ട് കച്ചവടം ചെയ്തിട്ട് ഒരു കാര്യമില്ല. ബുദ്ധി കൊണ്ട് ഇതൊന്നും ചിന്തിച്ച് മനസ്സിലാക്കണം വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. വഹോമിൻ ജാഇജിൽ ഖറാമാത്ത് അല്ലതി യുത്ഹിഫുല്ലാഹു ബിഹാ മൻ ശാഅ മിൻ ഇബാദിഹിൽ മുഅ്മിനീനൽ അഖ്യാർ. പ്രത്യേകക്കാരായ മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു നൽകുന്ന അള്ളാഹു നൽകുന്ന പ്രത്യേകമായ കറാമത്തുകളിൽപ്പെട്ടതാണത്. അബ്റാരീങ്ങളായ അള്ളാഹിന്റെ ഔലിയാക്കന്മാരിൽ നിന്ന് അള്ളാഹു തിരഞ്ഞെടുക്കുന്നവർക്ക് അള്ളാഹു നൽകുന്ന ഒന്നാണത്. അപ്പൊ ഈ ഒരു കാഴ്ച എല്ലാ തിജാനി മുരിദന്മാരുടെ കണ്ണിന്റെ ഇടയിൽ മുഹമ്മദ് റസൂലുള്ളാഹ് എഴുതിയിട്ടുണ്ടാവും. അവരുടെ ഹൃദയത്തിൽ മുഹമ്മദ് ബിൻ അബ്ദുല്ലാ എന്നുണ്ടാവും. അവരുടെ തലക്ക് മുകളിൽ പ്രകാശത്തിന്റെ കിരീടത്തിലായിട്ട് ത്വരീഖത്തു തിജാനിയ, മൻഷൂഹ, ഹഖീഖത്തുൽ മുഹമ്മദിയ എന്ന് എഴുതിയിട്ടുണ്ടാവും എന്ന കാര്യമൊക്കെ ഈ കശ്ഫിന്റെ ആളുകൾക്ക്, അള്ളാഹു തെരഞ്ഞെടുത്ത പ്രത്യേകപ്പെട്ട ആളുകൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് അവിടെ ഉണ്ട്. അത് ആ ആളുകൾക്ക് അള്ളാഹു കാണിച്ചു കൊടുക്കും. അള്ളാഹു ഉദ്ദേശിച്ച ചില ആൾക്കാർക്ക് അള്ളാഹു കാണിച്ചു കൊടുക്കും എന്ന് മാത്രം. ഈ ഒരു കാരണം, ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ട് എന്ന കാരണം കൂടി ആണ് ഈ ത്വരീഖത്തിന് മുഹമ്മദിയ ത്വരീഖത്ത് എന്ന് പേര് നൽകപ്പെടാൻ കാരണം.